എല്ലാവർക്കും നമ്മുടെ ലണ്ടൻ ട്രിപ്പിൻ്റെ ഡേ 2 വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഏകദേശം നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ 11 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് കേട്ടോ. തലേ ദിവസത്തെ നടത്തവും ക്ഷീണവും ഒക്കെ കൊണ്ട് ഒരു 10-10:30 വരെ ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പം ഒരു 11 മണിയോട് കൂടി ഇന്നത്തെ ദിവസങ്ങൾ ആരംഭിക്കാമെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ലണ്ടൻ്റെ ഏത് ഭാഗത്തേക്ക് പോകണമെങ്കിലും നമ്മുടെ ട്യൂബ് ട്രെയിൻ, അണ്ടർഗ്രൗണ്ട് ട്രെയിൻ എടുക്കണം കേട്ടോ. ഈ അണ്ടർഗ്രൗണ്ട് ട്രെയിനിലൂടെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, എത്ര പ്ലാൻഡ് ആയിട്ടാണ് അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ട്രെയിൻ സർവീസ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തത്. മുകളിലത്തെ ജീവിതങ്ങളെല്ലാം ശരിക്കും നമ്മുടെ നോർമൽ ലൈഫ്, പക്ഷെ അടിയിൽ കൂടി ഇങ്ങനെ ട്രെയിനുകൾ ഓടുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത്രയും പ്ലാൻഡ് ആയിട്ട് അത്രയും കരുതലോടെ അവർ സ്റ്റാർട്ട് ചെയ്ത, വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഈ സർവീസിനെ സമ്മതിച്ചേ മതിയാവൂ അല്ലേ. എന്തായാലും ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ലണ്ടൻ ബ്രിഡ്ജ് തന്നെയാണ്. ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. വളരെ തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് അവിടെ എത്തണം ഗൈസ്, അതാണ് നമ്മുടെ ടവർ ബ്രിഡ്ജ്. പക്ഷെ അവിടെ എത്തണമെങ്കിൽ ഞങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നടന്നു വന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളായതുകൊണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലവും പിന്നിട്ട് പോകുമ്പം ഓരോ തരത്തിലുള്ള ഗെയിംസ് അല്ലെങ്കിൽ സ്റ്റോളുകളൊക്കെ നമുക്ക് കാണാം. ഞങ്ങളിതെല്ലാം കണ്ട് ആസ്വദിച്ച് പതിയെ നടന്നാണ് പോയത്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തിരക്കായിരുന്നു ആ ഒരു ദിവസം. അതുകൊണ്ട് തന്നെ നല്ല ഫോട്ടോസ് കിട്ടും, വീഡിയോസ് കിട്ടും എന്ന് പറയുന്ന പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഒരു ക്രൗഡും അല്ലെങ്കിൽ ഈ ഒരു മിസ്റ്റി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറൊക്കെ ആസ്വദിച്ചാണ് പോയത്. 1-2 ഫോട്ടോസ് ഇടയ്ക്കൂടി നമുക്ക് എടുക്കാൻ പറ്റി, അത്രേ പറ്റിയുള്ളൂ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിൽ കയറി ഫോട്ടോസൊക്കെ എടുത്തതുകൊണ്ടും പ്രത്യേകിച്ച് ഇനി അവിടെ പോയിട്ട് കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾ നേരെ ലണ്ടൻ ഐയിലേക്ക് വിട്ടു. അങ്ങനെ ലണ്ടൻ ഐ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സ്ട്രീറ്റ് ഷോസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് എല്ലായിടത്തും കൂടി ഞങ്ങളിങ്ങനെ നടന്ന് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടു പോവുകയായിരുന്നു കേട്ടോ. എന്തായാലും വന്നതല്ലേ, സമയം ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ സ്ട്രീറ്റ് ഷോസ് ഒക്കെ കണ്ടിങ്ങനെ പോകുമ്പോൾ ഒരാളിവിടെ അടുത്തൊരു ഷോ നടത്തുന്നുണ്ട്. ഒരു ഹെൽപ്പിനായിട്ട് ഒരു കുഞ്ഞിക്കുട്ടീനെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി അധികം ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അയാൾ നല്ല പാട്ടും അല്ലെങ്കിൽ ഈ അയാളുടെ വർത്തമാനം കൊണ്ടൊക്കെ ഓഡിയൻസിനെ ഇങ്ങനെ കയ്യിലെടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ചേട്ടായുടെ അടുത്ത് പറയായിരുന്നു, നമ്മുടെ നാട്ടിലും പണ്ട് ഇതുപോലത്തെ സ്ട്രീറ്റ് ഷോസ് പണ്ടെന്നല്ല ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഇതാണ് എല്ലാവരും ഈ ഒരു ദിവസങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ ഇതൊക്കെ ഇവർ വളരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കുറച്ച് നേരം നമ്മളത് കണ്ടുകൊണ്ടിരുന്നേ. ഇദ്ദേഹം ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴും എന്താണ് ഇദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കിങ്ങനെ റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ പേടിയാണ്. അപ്പോൾ ആ ഒരു പേടിയോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്നതും. എന്തായാലും വെയിറ്റ് ചെയ്ത് കണ്ടളയാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നിന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പേടിയായിട്ട് ഞാൻ പെട്ടെന്ന് സ്ഥലം വിട്ടു കേട്ടോ. അവിടെയുള്ള റൈഡുകളൊക്കെ ഒന്ന് പോയി കണ്ടതിന് ശേഷം നമ്മൾ ബ്രിഡ്ജിൽ കയറി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ബ്രിഡ്ജ് എന്ന് പറയുന്ന അവിടെ ഒരു ക്രോസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതിലൊത്തിരി പേര് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മുടെ സുമേലിയൻ ക്യൂസീനായിട്ടുള്ള ഒരു മന്തിയാണ് നമ്മൾ കഴിച്ചത്. അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും 4 മണിയോട് അടുത്തിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ലണ്ടനിലൊക്കെ ഇപ്പം 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും നല്ല ഇരുട്ടാവും. ഇരുട്ടായപ്പോഴത്തേക്കും നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഓണായി, നല്ല വൈബായി കേട്ടോ. ശരിക്കും ഈ ഒരു സമയത്ത് വരുന്നതിൻ്റെ ഏറ്റവും വലിയ വൈബ് ഈ സ്ട്രീറ്റ് ലൈറ്റ്സും സ്ട്രീറ്റ്സും കാണുക തന്നെയാണ്. അപ്പോൾ കുറച്ച് സമയം ഇനി അവിടെ കൂടി സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരികെ മടങ്ങാമെന്ന് കരുതി ഞങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടി പോയി. കഴിഞ്ഞ ദിവസം പോയ റോഡിൽ നിന്ന് മാറി ഇപ്രാവശ്യം ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലോട്ടാണ് പോയത്. ഈ ഒരു ഡെക്കറേഷൻ ആയിരുന്നു ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വളരെ മനോഹരമായിരുന്നു കേട്ടോ. ഇതിൻ്റെ കുറച്ചും കൂടി അടുത്തോട്ട് ചെല്ലുമ്പോൾ നമുക്കിങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. നമ്മുടെ കണ്ണെത്തുന്ന അത്രയും ദൂരം ഇതേ സെയിം ലൈറ്റ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ രസമുണ്ടായിരുന്നൊരു കാഴ്ചയായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ അവിടുന്ന് എടുത്തു.
ഒത്തിരി അധികം പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമാണ് ഈ ഒരു ട്രിപ്പിലെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയത്. നല്ല ക്രൗഡഡ് ആയിട്ടുള്ളൊരു സമയത്താണ് നമ്മൾ പോയത്. അതുകൊണ്ട് ഫോട്ടോസും വീഡിയോസൊന്നും അത്ര നന്നായിട്ട് എടുക്കാൻ പറ്റില്ല. എന്നാലും കുറച്ച് കുശലമൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഒരു ലണ്ടൻ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി അടുത്തൊരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.